ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരോഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ റിലേഷൻഷിപ്പ് വൈസ്, അതേപോലെ തന്നെ കരിയർ വൈസ്, ഹെൽത്ത് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, ഏഞ്ചൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്, കാർഡ്സിൽ എന്തൊക്കെ വരുന്നു, അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾക്ക് നോക്കാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. പേജ് ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, ഹെറോഫൻ, മജീഷ്യൻ കാർഡ്, ഹൈ പ്രീസ്റ്റേഴ്സ്, അതേപോലെ തന്നെ 9 ഓഫ് വാൺസ്, വേൾഡ് കാർഡ്, 4 ഓഫ് വാൺസ്, ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് കപ്പാണ്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എനിക്കിവിടെ പറയാനുള്ളത്, നമ്മൾക്ക് പേജ് ഓഫ് കപ്സും ഹൈ പ്രീസ്റ്റേഴ്സും ഹെറോഫിൻറ്റും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മജീഷ്യൻ കാർഡ് മെയിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നു. എഴുതി വെച്ച് മാനിഫേസ്റ്റ് ചെയ്തിട്ടുള്ളവരോ ഫുൾ മൂണ്ടയിൽ മാനിഫേസ്റ്റ് ചെയ്തിട്ടുള്ളവരോ ഒക്കെ തന്നെ നിങ്ങൾ എന്താണോ യൂണിവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്, എന്താണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്, ഫുൾ മൂണ്ടയിൽ നിങ്ങൾ എന്താണോ മാനിഫേസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നടക്കുമെന്നതാണ് കാണിക്കുന്നത്. ഇതുവരേക്കും മാനിഫേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതും സ്റ്റാർട്ട് ചെയ്യാം. അധികം ഡിലേ ഇനി വരില്ല. നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ട് കാണിക്കുന്നു. മാർച്ച് മാസം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നതൊക്കെ അതേപോലെ നടക്കുക. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ പവറിലൂടെ നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നൊരു സിറ്റുവേഷൻ, പല വ്യക്തികളെയും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിലൂടെ അതൊരു സൊല്യൂഷനിലേക്കോ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് വളരെ പോസിറ്റീവാണ്. 111111 ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുമെന്നതിൻ്റെ സൂചന തന്നെയാണ്. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഒരു പുതിയ തുടക്കം വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്, യൂണിവേഴ്സായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് എന്നും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിളും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് വേൾഡ് കാർഡും ടവർ കാർഡും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മാർച്ച് മാസം ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് പൈസ കിട്ടാനുണ്ടെങ്കിലോ കൊടുക്കാനുണ്ടെങ്കിലോ അതെല്ലാം കൊടുത്തു തീർക്കാനോ ഇങ്ങോട്ടേക്ക് കിട്ടുന്നൊരു സിറ്റുവേഷനോ കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ക്യാഷിന് ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും മാർച്ച് മാസം വരുന്നതായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഒരുപാട് ക്യാഷ് പെട്ടെന്നുണ്ടാകും എന്നല്ല, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നടന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് മാർച്ച് മാസം പോകുന്നത് കേട്ടോ. സ്മൂത്ത് ആയിരിക്കും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിട്ട് കാണിക്കുന്നില്ല. കുറച്ച് മാസമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാർച്ച് മാസത്തിൽ മാറിക്കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡിലേ, ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ടായിരുന്നു. മേ ബി കുറേ മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ക്യാഷിനോ ജോലിപരമായോ മേ ബി ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നില്ല, ജോലി നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല, വെയിറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. കാര്യം 9 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ടവർ കാർഡും കിട്ടിയിട്ടുണ്ട്. ചിലരുടെ കേസിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ചിലരുടെ കേസിൽ നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ല. ഓക്കെ, മേ ബി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം.
അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാതെ ഒരു ഡിലേ, ഒരു ലാഗ് വരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് കിട്ടാതെ വീണ്ടും വീണ്ടും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് സെറ്റിലാകണമെന്ന് വിചാരിച്ചിട്ട് അതിനും ഒരു ഡിലേ വരുന്നു. മേ ബി വിസ കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം, ആ ഒരു ട്രാവൽ പ്ലാനും ഒരു ബ്ലോക്കേജ് കാര്യങ്ങളുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ടവർ വിത്ത് നമ്മൾക്കിവിടെ 9 ഓഫ് വാൺസ് ആണ്. സോ തീർച്ചയായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ഫോർ എക്സാമ്പിൾ ജോലി നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ജോലി നഷ്ടമായി എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുക. അതിനുശേഷം പുതിയൊരു ജോലി കിട്ടുന്നതായിട്ടും നല്ലൊരു സാലറിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അങ്ങനെ നിങ്ങൾക്ക് അടുത്തത് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാഗ് വന്ന് മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകത്തതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആണെന്ന് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. അതിനുശേഷം ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഹീലായി, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മറന്ന് മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണായിട്ട് റീയൂണിയൻ, റീകൺസിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹീലായി ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അത് നടക്കും. ഓക്കെ, അല്ലാതെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകുന്നതിൽ പ്രത്യേകിച്ചൊരർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഇൻ ആൻഡ് ഔട്ട് എനർജി വരുന്നത്. അതായത് ഫുൾ ട്രോമയിലായിരിക്കും ആ ഒരു പേഴ്സൺ വീണ്ടും നിൽക്കുന്നത്. അതേസമയം അത് അക്സെപ്റ്റ് ചെയ്ത് രണ്ടുപേരും ഹീലായി വീണ്ടും ഒരു റീകൺസിലേഷൻ നടക്കുകയാണെങ്കിൽ അത് സ്റ്റേബിളായിട്ട് ആ ഒരു പേഴ്സൺ എന്നേക്കുമായി കൂടെ തന്നെ കാണും. ഓക്കെ, ഒരുപാട് റീഡിങ്ങിലും ഇൻ ആൻഡ് ഔട്ട് എനർജി വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അത് തന്നെയാണ്. സോ നിങ്ങൾ ആരെയും പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. കുറച്ച് സമയമൊക്കെ അനുവദിച്ചു കൊടുക്കുക. കാര്യം ഇവിടെ റിലേഷൻഷിപ്പിലും ഒരു ലാഗ് കാണിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ, എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് 4 ഓഫ് വാൺസ് ഒക്കെ വന്നിട്ടുണ്ട്. കല്യാണത്തിനോ വിവാഹം, എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു തടസ്സം വന്ന് നിൽക്കുന്നു. ബട്ട് ഫോർ ഷുവർ ആണ് നിങ്ങൾക്ക് മാർച്ച് മാസം പല ക്ലാരിറ്റിയും കിട്ടും. അതും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവർക്കും പോസിറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ, മേ ബി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടോ ആ വ്യക്തിനെ ബേസ് ചെയ്തിട്ടോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ജോലിപരമായോ നിങ്ങൾ കുറേ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ അറിയണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സോ അത് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾക്കത് മാറ്റാൻ സാധിക്കില്ല. അത് നിങ്ങൾ അറിയേണ്ട സമയമായി, അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ചിലർക്കത് പോസിറ്റീവാണ്, ചിലർക്കത് നെഗറ്റീവുമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഒരു മെസ്സേജായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് മതപരമായ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കുറേയും കൂടി മെഡിറ്റേഷൻ കാര്യങ്ങൾ, പ്രാർത്ഥന, സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്പലത്തിലോ പള്ളിയിലോ കുറേ നാളായിട്ടും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ പോകാൻ മാർച്ച് മാസം സാധിക്കും എന്നതും കാണിക്കുന്നു. കല്യാണത്തിന് തടസ്സപ്പെട്ട് കല്യാണം നടക്കാതെ അല്ലെങ്കിൽ കല്യാണം നോക്കി തുടങ്ങുന്നവർക്കൊക്കെ പോസിറ്റീവാണ്. മാർച്ച് മാസം നല്ല പ്രപ്പോസൽ വരിക, അതിൻ്റെ ഒരു ബിഗിനിങ് ആണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. സോ നല്ല നല്ല പ്രപ്പോസൽ വരുന്നതിൻ്റെയും ഒരു കല്യാണത്തിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ വരുന്നൊരു മാസമാണ് മാർച്ച് മാസം എന്നത് ഇവിടെ കാണിക്കുന്നു. ട്രാവലിനും ഇവിടെ പോസിറ്റീവാണ്. വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും നാളും അല്ലെങ്കിൽ കുറച്ച് മാസമായിട്ട് ട്രാവലിന് നോക്കിയിട്ടും ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്നവർക്ക് പോസിറ്റീവാണ്. ഹെൽത്ത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ പലരുടെയും പ്രശ്നം, ഇങ്ങനൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യുക എന്നത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാഗ് വന്ന് മാർച്ച് മാസവും അങ്ങനെ കടന്നു പോകത്തതേ ഉള്ളൂ. എഴുതിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, സോ അതൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് കപ്പാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഉള്ളൊരു മാസം തന്നെയായിരിക്കും ഇതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരും എന്നുള്ളത്. സോ അത്
ചിലരുടെ കേസിൽ പോസിറ്റീവ് ആയിരിക്കാം, ചിലരുടെ കേസിൽ നെഗറ്റീവ് ആയിരിക്കാം. നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാത്തിലും ഒരു ഡിലേ ആയിരുന്നു ഇത്രയും നാളും, പക്ഷെ അതിനാണൊരു മാറ്റം വരുന്നത്. എഴുതിയിട്ടൊക്കെ മാനിഫേസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അമ്പലത്തിലോ പള്ളിയിലോ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. എത്ര ദിവസം നിങ്ങൾക്ക് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. ബോട്ടം ഓഫ് ദി ഡെക്ക് ഫ്യൂച്ചറിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ മാർച്ച് മാസം റീഡിംഗ് ആകുമ്പോൾ മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ നമ്മൾക്ക് പറയാൻ സാധിക്കും അത് ഏസ് ഓഫ് കപ്പാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മാസം തന്നെയായിരിക്കും കേട്ടോ. നമ്മൾക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ഞാനിവിടെ 3 കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഇന്നർ വിസ്ഡം എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു നോ വാട്ട് ടു ഡു, ട്രസ്റ്റ് യുവർ ഇന്നർ വിസ്ഡം ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ വിതൗട്ട് ഡിലേ. ഇനിയും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ്. ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷനെ പറ്റിയിട്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളോ നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡിസിഷൻ നിങ്ങൾക്ക് ഇന്നർ ഇൻറ്റ്യൂഷനിലൂടെ കാണിച്ചു തരികയും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകുകയും ആ ഒരു തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ കുറച്ചും കൂടി മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗയോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കത് കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. ഭയങ്കര ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിട്ട് വരുന്നുണ്ട് നിങ്ങൾ. അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഒരുപാട് കാണാനും ബേർഡ്സിനെയൊക്കെ കാണാനും റെയിൻബോ, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സൈൻ യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളിൽ തന്നെയുണ്ട് എല്ലാത്തിൻ്റെയും ഉത്തരം എന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ ഒന്നും ആലോചിച്ചോ അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റക്കായി നിൽക്കാതിരിക്കുക. ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. ജീവിതത്തിൽ അടുത്തത് എന്ത്, ഇങ്ങനെ മാസങ്ങൾ പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അല്ലേ. സോ ഒരു തീരുമാനം എടുത്ത് ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾക്ക് അൺകണ്ടീഷണൽ ലവ് ആണ് കിട്ടിയിട്ടുള്ളത്. ലവ് യുവർ സെൽഫ്, അതേഴ്സ് ആൻഡ് എവറി സിറ്റുവേഷൻ, നോ മാറ്റർ വാട്ട് ദി ഔട്ട്വേർഡ് അപ്പിയറൻസ് മേ ബി. ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും പലർക്കും ടെൻഷനുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ശരിയാകുമോ, പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജീവിതത്തിൽ നടക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ അതിൻ്റെ ആവശ്യം നമ്മൾക്കില്ല. ഒന്നിനെപ്പറ്റിയും ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കും. അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ തിരിച്ചും അവർ അതേപോലെ സ്നേഹിക്കും എന്നൊരു പ്രതീക്ഷ അവിടെ വെക്കണ്ട. നിങ്ങൾക്ക് അവരെ അങ്ങോട്ടേക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോളൂ. ഓക്കെ, ഒന്നിനെപ്പറ്റിയും ഓവർ തിങ്ക് ചെയ്യുമോ, എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അതെന്തായി തീരുമെന്ന് ആലോചിച്ചോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആലോചിക്കുകയോ അതിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട് ന്യൂ പ്രോജക്ട്സ്, ആക്സസ് ന്യൂ ഐഡിയാസ് ആൻഡ് ഗീവ് ബർത്ത് ടു ന്യൂ കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഗ്നൻസിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ പോസിറ്റീവാണ്. ഒരു പുതിയ തുടക്കം, പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക, അതിനൊക്കെയുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. മാർച്ച് മാസം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കരിയർ വൈസും നിങ്ങൾക്കിപ്പോൾ ജോലിയില്ല അല്ലെങ്കിൽ വേറൊരു ജോലി നോക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാം. പുതിയ പുതിയ ഐഡിയാസ്, കാര്യങ്ങൾ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും പോസിറ്റീവാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. സോ നമ്മൾക്ക് കുറച്ച് മെസ്സേജും കൂടി എടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നൗ എന്ന് പറയുന്ന ഒരു കാർഡ്, ബിലീവ് ആൻഡ് സ്മൈൽ എന്ന് പറയുന്ന ഒരു കാർഡുമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാം. യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു റീഡിംഗ് വിശ്വസിച്ചോളൂ. പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകും. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വേണം. ഇനിയും ഒരു ഡിലേ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. മുന്നോട്ടേക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുത്തു വെക്കാവുന്നതാണ്. ആൻഡ് ബിലീവ് എന്ന് പറയുന്ന ഒരു കാർഡ്
കിട്ടിയിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്തോളൂ, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തോളൂ. ഓക്കെ. ആൻഡ് സ്മൈൽ എന്ന് പറയുന്ന ഒരു കാർഡും കിട്ടിയിട്ടുണ്ട്. ഒരു ചെറു പുഞ്ചിരി എപ്പോഴും നമ്മളുടെ മുഖത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. എത്ര ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ മാർച്ച് മാസം റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് കപ്സ്, 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, 9 ഓഫ് വാൺസ്, അതേപോലെ തന്നെ പേജ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക്, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമയുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കുറച്ച് മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ മേ ബി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഇപ്പോഴും മനസ്സിലൊരു വേദനയായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മേ ബി ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കാം, ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ച ഒരു പേഴ്സണിൽ നിന്നും ഒരു പെയിൻ കിട്ടിയതായിട്ട് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾക്കിവിടെ ടവർ കാർഡും കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഇവിടെ 9 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം വരാനും കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിൽ പല സംഭവങ്ങളും നടന്നു, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളപ്പോൾ ഒട്ടും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനോ മുന്നോട്ടേക്ക് പോകാനോ സാധിക്കാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്, സ്റ്റക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. പക്ഷേ പോയ കാര്യത്തെപ്പറ്റി ആലോചിച്ചോ അല്ലെങ്കിൽ പെയിൻ കിട്ടിയിട്ടുള്ള സംഭവത്തെപ്പറ്റി ആലോചിച്ചോ നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് മാസം പുതിയ തുടക്കത്തിനോ അല്ലെങ്കിൽ ഒരു അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അത് നിങ്ങൾ ഹീൽ ചെയ്യുക, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, 2-3 പേർ ചേർന്നിട്ട് പല തീരുമാനങ്ങളും മുന്നോട്ടേക്ക് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് പേർ ചേർന്ന് സംസാരിച്ച് നിങ്ങൾ ഒരുമിച്ച് പോകാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക എന്നത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലും ഒരു തീരുമാനം അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യണം അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നതായിട്ട് കാണിക്കുന്നു. പുതിയൊരു ബിസിനസ്സിന് നല്ലൊരു സമയമാണ് മാർച്ച് മാസം. നിങ്ങൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടും. അവർ മുഖേന ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. 2-ലധികം പേർ ചേർന്നിട്ടായിരിക്കും ആ ഒരു ബിസിനസ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്കത് ആ വ്യക്തികളെ കണ്ടുപിടിക്കാൻ സാധിക്കും, ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. എന്തെങ്കിലും വീട് പണിയോ വാഹനം വാങ്ങിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കും പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പ്ലാൻ ഇപ്പോൾ വീടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കാനോ കുറച്ചൊരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനോ കാര്യങ്ങളോ പുതിയ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടോ പുതിയ എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടോ കുറേയും കൂടി സ്റ്റേബിളാകാൻ പുതിയ പുതിയ ഐഡിയാസ് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടാകും, ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ മുറുകെ പിടിക്കുക. ഓക്കെ, അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നഷ്ടപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ട് ഒരു കാര്യവുമില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. അതങ്ങനെ നടന്നു പോയി കഴിഞ്ഞു. ഇനി അതിൽ ആർക്കും ഒരു തിരുത്തവും ഒന്നും മാറ്റാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരു സെപ്പറേഷൻ ആയിട്ടുണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വർഷങ്ങളുടെയോ മാസങ്ങളുടെയോ റിലേഷൻഷിപ്പോ ബന്ധമോ ഫ്രണ്ട്ഷിപ്പോ ആയിരിക്കാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, വാട്ടെവർ അത്
നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അതിനെപ്പറ്റി ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട. ഓവർ തിങ്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു ബെനിഫിറ്റും അവിടെ നിന്നും കിട്ടുന്നില്ല. നിങ്ങൾക്കിതിലും ബെറ്ററായിട്ട് അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾ കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അതേപോലെ നടന്നാൽ അത് ലൈഫല്ല അല്ലേ. സോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നടക്കും. അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ഒരു സ്ട്രെങ്ത് ഉണ്ടാകുകയും വേണം ലൈഫിൽ. ഓക്കെ, പേജ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും മെൻ്റലി അതിനെ ഓക്കെ ആക്കി എടുക്കാനോ ഹീൽ ചെയ്യാനോ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാനോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു പ്രകാശമായി അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിട്ടും താങ്ങായി തണലായി ഒക്കെ നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ടും അതെല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പേഴ്സണാണ് ഇവിടെ. കഴിഞ്ഞു പോയ കാര്യത്തിൽ സ്റ്റക്കായി നിന്നാൽ എന്തെങ്കിലും നടക്കുമോ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൂടി സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ആൻഡ് 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നവരാണെങ്കിൽ മാർച്ച് മാസം ഒരു കല്യാണം നടക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ മുന്നോട്ടേക്ക് ഒരു 6 months ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 monthsലൊക്കെയാണ് ഒരു മാരേജ് എൻഗേജ്മെൻറ്റൊക്കെ ഈ ഒരു സെക്കൻഡ് പൈയിൽ കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾക്ക് പ്രപ്പോസലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ തുടങ്ങിയ ഒരു 6 monthsലൊക്കെയാണ് അത് കാണിക്കുന്നത്. 6 monthsനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആകാം. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, സോ അത് മാർച്ച് മാസം നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ നോക്കി സ്റ്റാർട്ട് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്. അടുത്ത 6 മാസത്തിൽ തന്നെ അല്ലെങ്കിൽ 6ാമത്തെ മാസം അത് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഭയക്കാതിരിക്കുക. മേ ബി പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇനി ഇങ്ങനെ സംഭവിക്കുമോ, കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നഷ്ടമായിട്ടുള്ളത്. ജോലിയോ റിലേഷൻഷിപ്പോ എന്തുമാകാം. സോ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ എല്ലാത്തിനെയും ഒരു സംശയത്തോടു കൂടി മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വേണ്ട എന്നതാണ്. ഭയക്കാതിരിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇപ്പോൾ വേണ്ട, അതെനിക്ക് മനസ്സിലാവും. അതിന് ഹീലിങ്ങോ കാര്യങ്ങളോ മെഡിറ്റേഷനോ മാനിഫേസ്റ്റ് ചെയ്യാം. ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ നല്ലതാണ്. ഇവിടെ എടുത്തു കാണിക്കുന്ന ഏഞ്ചൽ നമ്പർ 333യും 333333 പാറ്റേൺസും 6ൻ്റെ പാറ്റേൺസുമാണ്. അതായത് 6666 666 പാറ്റേൺസുമാണ്. ഈ ഒരു 666 ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. അതിലൊന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വേറെ പല കാര്യങ്ങളും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു തീർക്കാനും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അതിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജാണ്. റീഫോക്കസ് ചെയ്യുക എന്നൊരു മെസ്സേജാണ്. ഓക്കെ, അതേപോലെ തന്നെ 333 ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്കോ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നവർക്കും ഒരു എൻഗേജ്മെൻറ്റോ മാരേജോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് സോൾമേറ്റ് ട്വിൻ ഫ്ലെയിമിനൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പൈലും ഈ സെയിം കാര്യം വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റിംഗ് എനർജിയും കാര്യങ്ങളും എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 1 വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടുത്ത 1 വർഷം മുന്നോട്ടേക്ക് പോകുകയേ ഉള്ളൂ അല്ലേ. സോ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹീലാകുന്നു അത്രയും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബോട്ടം ഓഫ് ദി ഡെക്ക് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു ജോലിക്ക് ശ്രമിക്കുക. നല്ലൊരു സമയമാണ് ഈ വർഷം അല്ലെങ്കിൽ മാർച്ച് മാസം. ഞാൻ പറഞ്ഞില്ലേ, ഒരു അടിത്തറ അല്ലെങ്കിൽ പുതിയ തുടക്കത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ബേബി സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ്. ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റ് ലാസ്റ്റ് നിങ്ങളെ ജോലി അല്ലെങ്കിൽ സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആ ഒരു വെയിറ്റിംഗ് എനർജി മാറിക്കിട്ടും. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർച്ച് മാസത്തെ റീഡിങ്ങിൽ ഈ ഒരു സെക്കൻഡ് പൈലിനടുത്ത് പറയാനുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും മാർച്ച് മാസവും ഏപ്രിലോ മെയ്യോ ഏത് മാസം എത്തിയാലും
കഴിഞ്ഞുപോയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചകളും മാസങ്ങളും കടന്നു പോകും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്, പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്, അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് മാറ്റിയാൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. വേറെ ആരെങ്കിലും ഇല്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ആ ഒരു സപ്പോർട്ടിനുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. ഓക്കെ, ഞാനിവിടെ 3 കാർഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മെഡിസിൻ വുമൺ എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു ആർ എ ചാനൽ ഡിവൈൻ ഹീലിംഗ് പവർ എന്ന് പറയുന്നൊരു മെസ്സേജാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ് മാർച്ച് മാസം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഹീലിംഗ് ആണ്. ഓക്കെ, ഈ ഒരു ട്രോമയും കാര്യങ്ങളും ട്രസ്റ്റ് ഇഷ്യൂവും കുറേ പ്രശ്നങ്ങളും മേ ബി ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം, അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് വേണ്ടത്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഒരു ഹീലിംഗ് നിങ്ങൾക്കിവിടെ അത്യാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് ഒക്കെ എടുക്കില്ലേ, അതേപോലെ തന്നെ മനസ്സിന് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ആ ഒരു മെൻ്റൽ ട്രോമയും വെച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആഴ്ചകളും മാസങ്ങളും എല്ലാം കഴിഞ്ഞു പോകും. നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ലൈഫിൽ വരില്ല അല്ലേ. സോ അത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹീലിംഗ് ആണ് നിങ്ങൾക്ക് മാർച്ച് മാസം യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നതും ഏറ്റവും അത്യാവശ്യവും അത് തന്നെയാണ്. അടുത്തതായിട്ട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡോർസ് ആർ ഓപ്പണിംഗ് ഫോർ യു റൈറ്റ് നൗ, വോക്ക് ത്രൂ ദം എന്നൊരു മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് പോസിബിളാക്കി എടുക്കാൻ സാധിക്കും. ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള നല്ലൊരു ജോലിയോ നല്ലൊരു പൊസിഷനോ, നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും. ഓക്കെ, സോ ഒരു മിറാക്കിൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തതും എക്സ്പെക്റ്റ് എ മിറാക്കിൾ, മദർ മേരി കാർഡാണ്. സോ ഹാവ് ഫെയ്ത്ത് ദാറ്റ് യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ ഹിയർഡ് ആൻഡ് ആർ ബീൻ ആൻസേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി പല ചോദ്യത്തിനും നിങ്ങൾക്കിപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല. ഉടനെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി, അല്ലെങ്കിൽ എന്താണോ മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി കാണിച്ചു തരുന്നൊരു സിറ്റുവേഷനാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. മദർ മേരി കാർഡും കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. എക്സ്പെക്റ്റ് എ മിറാക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മാറില്ല, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി എക്സ്പെക്റ്റ് എ മിറാക്കിളാണ്. ഓക്കെ, മിറാക്കിൾ തന്നെ യൂണിവേഴ്സിന് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ സാധിക്കും. നിങ്ങൾ ഒട്ടും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യത്തിൽ പോലും വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയും. ഓക്കെ, നിങ്ങളുടെ ചോദ്യത്തിനോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. എഴുതിയിട്ടോ ഫുൾ മൂണ്ടയിലൊക്കെ ഞാൻ മാനിഫേസ്റ്റ് ചെയ്യാൻ ഞാൻ സെപ്പറേറ്റ് റീഡിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരും എന്നതാണ് കാർഡ്സിൽ യൂണിവേഴ്സായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോമിസ് തരുന്നത്. സോ ഫോർ ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം മാർച്ച് മാസം തുടങ്ങി അങ്ങോട്ടേക്ക് വരട്ടെ. ഇപ്പോൾ 2025 ഒരു സ്റ്റാർട്ടിങ് കുറച്ചായി അല്ലേ, 2 months ഇപ്പം തന്നെ കഴിയാറാകുന്നു. സോ ഇനി മുന്നോട്ടേക്കുള്ള മാസമെങ്കിലും ഈ ഒരു വേദനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ട്രോമയോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സന്തോഷമായി സമാധാനമായി ഇരിക്കാൻ സാധിക്കട്ടെ. ഞാൻ കുറച്ച് മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഗ്രേറ്റ്ഫുൾ, ആം എനഫ് ആൻഡ് ഡ്രീം എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി. ഓക്കെ, ഇപ്പോൾ ആരൊക്കെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി. യൂണിവേഴ്സും സപ്പോർട്ടിനുണ്ട്. സോ അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഞാൻ ഫസ്റ്റ് ഫൈലിൽ മെസ്സേജ് കിട്ടിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളെ അതേപോലെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കാൻ ചാൻസ് കുറവാണല്ലേ. സോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി. ഓക്കെ, അത് തന്നെ കൂടുതലാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് കൂടെയുണ്ട്. പിന്നെ എന്ത് വേണം? എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഉണ്ട് എന്നതാണ് ഫസ്റ്റ് മെസ്സേജ് തന്നെ നമ്മൾക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സ്വപ്നം കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ,
അത് അതേപോലെ ലൈഫിൽ നടക്കാനും അതൊരു മെസ്സേജായിട്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും അതൊരു മെസ്സേജായിട്ടും നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെയും പല കാര്യങ്ങളും ഇൻഡ്യൂഷൻസ് ഒക്കെ വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഗ്രേറ്റ്ഫുൾ കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾക്ക് എന്തുണ്ടോ അതിൽ സന്തോഷിക്കാൻ പഠിക്കുക. അല്ലാതെ ഇല്ലാത്ത കാര്യത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കാം. പക്ഷേ ഒരുപാട് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും അവിടെ ഉണ്ടാകുന്നില്ല എന്നതും കൂടി ഓർക്കുക. ഓക്കെ, സോ എത്ര നല്ല നല്ല മെസ്സേജസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്തിന് വിഷമിക്കണം? നല്ല കാര്യങ്ങൾ ഒരു സ്റ്റാർട്ടിങ് ഒരു ബേബി സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ഹീൽ ചെയ്യാൻ സാധിക്കട്ടെ. ആ ഒരു ട്രോമയും കാര്യങ്ങളും ട്രസ്റ്റ് ഇഷ്യൂവും എല്ലാം മാറി നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് മിറാക്കിൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.